പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ബൈക്ക് പോർച്ചിലൊതുക്കി അവൻ ഉമ്മറത്തേക്ക് കയറി. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ടിവിയിൽ നിന്ന് ഏതോ സീരിയലിന്റെ ശബ്ദം കേൾക്കാം. അവനകത്തേക്ക് കയറി ചെന്നു. അമ്മയും മകനും സോഫയുടെ രണ്ടറ്റത്തായി ഇരുന്ന് കിടന്ന് സീരിയൽ കാണുകയാണ്. താൻ വന്ന പോലെ എവിടെ രണ്ടാളും അറിഞ്ഞിട്ടില്ല. 1-2 നിമിഷം അതൊന്ന് നോക്കി നിന്ന് ഹർഷൻ. പിന്നെ വാതിലടച്ച് കുറ്റിയിട്ടു. ഹർഷൻ രണ്ടാളുടെയും മുന്നിലൂടെ അവന്റെ റൂമിലേക്ക് നടന്നു. കാഴ്ചക്ക് തടസ്സം വന്നപ്പോഴാണ് രണ്ടാളും അവനെ ശ്രദ്ധിച്ച്. അമ്മയും മോനും പരസ്പരം ഒന്ന് നോക്കി കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിച്ചു. ഇതപ്പോ ഒന്ന് ശ്യാം എണീറ്റിരുന്ന് അമ്മയോട് മെല്ലെ ചോദിച്ചു. ആ ഞാനിപ്പോഴല്ലേ കാണുന്നേ. രാധിക കൈമലർത്തി. വന്നാലറിയണമെങ്കിൽ കുറച്ച് ബോധത്തോടെ ഇരിക്കണം. വാതിൽ തുറന്നിട്ട് സീരിയലിൽ പെറ്റിക്കിടന്നാ വന്നവും പോകുന്ന അറിയില്ല. ഹർഷ റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് അമ്മയുടെയും മോനെയും പിറുവിറുക്കൽ മനസ്സിലാക്കി പറഞ്ഞു. രണ്ടാളും തൃപ്തിയായ മട്ടിൽ മിണ്ടാതിരുന്നു. ഹർഷൻ വേഗം കുളിച്ച് വേഷം മാറി വന്നപ്പോൾ TV ഓഫ് ചെയ്തിട്ടുണ്ട്. അവൻ ഊണുമുറിയിലേക്ക് ചെന്നു. ടേബിളിൽ പ്ലേറ്റ് ഓരോന്ന് എടുത്തു വെക്കുന്നുണ്ട് ശ്യാം. രാധിക അടുക്കളയിലാണെന്ന് തോന്നുന്നു. അവൻ അടുക്കളയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും അവരോരോ കയ്യിലും 2 പാത്രങ്ങളുമായി പുറത്തേക്ക് വന്നു. അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ടേബിളിലേക്ക് വെച്ചു. മൂന്നാളും ടേബിളിന് ചുറ്റുമായിരുന്നു. ചപ്പാത്തിയും ഫിഷ് കറിയും വിളമ്പി കഴിക്കാൻ തുടങ്ങി. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ? ഹർഷൻ കഴിച്ചുകൊണ്ട് ചോദിച്ചു. ആ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഈ പെരുമാറുന്നത് മാത്രമേ ഉള്ളൂ. രാധികയാണ് മറുപടി പറഞ്ഞ്. ആ മുകളിലെ പാത്രങ്ങളൊക്കെയോ? അവൻ ശ്യാമിനെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്. അതവൻ താഴേക്ക് ഇറക്കി തന്നു. അമ്മ പറഞ്ഞപ്പോൾ ശ്യാമൊന്നും ഞെളിഞ്ഞിരുന്നു. നാളെ എല്ലാം കൂടി അവിടെ കൊണ്ടുപോയി ഇറക്കണം. മറ്റന്നാൾ അങ്ങോട്ട് മാറാം. നാളെ എല്ലാവരോടും പോണ കാര്യം പറഞ്ഞുകൊണ്ട് മറ്റന്നാൾ രാവിലത്തിനോട് ഇറങ്ങണം. പിന്നെ യാത്ര പറയാനൊന്നും സമയം ഉണ്ടാവില്ല. ഹർഷൻ രണ്ടാളോടുമായി പറഞ്ഞപ്പോൾ അവർ ശ്രദ്ധയോടെ എല്ലാം കേട്ട് തലകുലുക്കി. അമ്മയും മക്കളും ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മുറ്റത്തെ ചെറിയ പൂന്തോട്ടത്തിലാണ്. ഞായറായതുകൊണ്ട് അമലും വേണിയും മാത്രമല്ല, അംഗനവാടി അവധിയായതുകൊണ്ട് സന്ധ്യയും വീട്ടിലുണ്ട്. ഷാജി മറ്റെന്തോ ആവശ്യത്തിന് ടൗണിൽ പോയതാണ്. പൂന്തോട്ടത്തിലെ കളകൾ പറിച്ചും പുതിയ ചെടികൾ നട്ടും മാറ്റിയും വെള്ളമൊഴിച്ചും മറ്റും നല്ല പണിയിലാണ് 3 പേരും. വലിയ ഏതോ വണ്ടിയുടെ ശബ്ദം കേട്ടാണ് 3 റോഡിലേക്ക് ശ്രദ്ധിച്ച്. വലിയൊരു ലോറിയിൽ കട്ടിലും അലമാരയും തുടങ്ങി വീട്ടു സാധനങ്ങളെല്ലാം നിറഞ്ഞൊരു ലോറി. 3 അതിനടുത്തേക്ക് ചെന്ന് അങ്ങോട്ടേക്ക് നോക്കി. മുന്നിലെ വീട്ടിലെ പുതിയ താമസക്കാർ വരുന്നതെന്ന് തോന്നിയവർക്ക് മത്തായിച്ചന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ലോറി അവിടുത്തെ മുറ്റത്തേക്ക് എടുത്തു. ഡ്രൈവറിൽ 2-3 വേറെ ആളുകൾ ചേർന്ന് സാധനങ്ങൾ ഓരോന്ന് ഇറക്കി വെച്ചു. അപ്പോഴാണ് ചെറിയൊരു ആപ്പവണ്ടിയും ഒരു ബുള്ളറ്റും കൂടെ അവിടേക്ക് വന്നത്. ബുള്ളറ്റിൽ നിറങ്ങിയ ഹർഷൻ ചുറ്റുമൊന്ന് നോക്കി. എതിരെയുള്ള വീടിന്റെ മതിലിന്റെ മുകളിലൂടെ കാണുന്ന 3 തലകളിൽ അവന്റെ നോട്ടമുടക്കി. പിന്നാലസമായ ആ വീടും നോക്കി അവൻ വീടിനകത്തേക്ക് നടന്നു. സാധനങ്ങൾ ഇറക്കിയവർ ഓരോന്നും ഹാളിലും കിച്ചണിലുമായി എടുത്തു വെക്കുന്നുണ്ട്. അവൻ ഓരോ നിർദ്ദേശങ്ങൾ നൽകിയും അവരോടൊപ്പം നിന്ന് സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. അതെല്ലാം കഴിഞ്ഞതോടെ കൂലിയെല്ലാം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. എല്ലാവരും പോയതോടെ ഹർഷൻ വീടും ചുറ്റുമെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടു. മത്തായിച്ചൻ എല്ലായിടവും നല്ലവണ്ണം വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് അവന് തോന്നി. മത്തായിച്ചൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് സന്ധ്യയും പിള്ളേരെയും കണ്ടത്. അയാൾ തന്നെ ബൈക്കൊന്ന് ഒതുക്കി. പുതിയ താമസക്കാരാവല്ലേ മത്തായിച്ചേട്ടോ? സന്ധ്യ എടുത്തപാടെ ഒരു ചിരിയോടെ ചോദിച്ചു. ആ പുതിയ ആൾക്കാരാ, നാളെയാ കയറി താമസം. അയാളും ചിരിയോടെ മറുപടി പറഞ്ഞു. ആണോ? എവിടുത്താരാ? അത് കുറച്ച് ദൂരെന്നാ. ഇവിടുത്തെ പുതിയ SI ഫാമിലിയാ. പിന്നെ ആളൊന്ന് ശബ്ദം കുറച്ച് പറഞ്ഞു. SI ഹർഷൻ ദേവ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയി വന്ന ആള് കുറച്ച് ചൂടനാണെന്നാ കേട്ട്. പ്രകൃതം കണ്ടിട്ടും അങ്ങനെ തന്നെയാ തോന്നുന്നു. മത്തായിച്ചൻ പറഞ്ഞപ്പോൾ സന്ധ്യയ്ക്കും മേണിക്കും അമലിന് ആകെ ഒരു കൗതുകമായി. SI ആണോ? എന്റെ അമ്മോ, ആ ബുള്ളറ്റിലൊന്നും കേട്ടാണോ? അമൽ ആവേശത്തോടെ ചോദിച്ചു. അതിനെ ആള് ഇനിയിപ്പോ SIയുടെ അയൽക്കാരായല്ലോ. അയാൾ ഒരു ചിരിയോടെ അമലിനോട് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞിറങ്ങി. പുലർച്ചെ തന്നെ ഹർഷനും അമ്മയും അനിയനും ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ കൂടി കാറിലേക്ക് ഒതുക്കി വെച്ച് വീട് പൂട്ടി ഇറങ്ങി. ബുള്ളറ്റ് ഇന്നലെ തന്നെ അവിടെ വെച്ച് പോകുന്നതാണ് ഹർഷൻ. ഏകദേശം 2 മണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നു അവിടേക്ക്. അവരെത്തിയപ്പോൾ അടുത്തുള്ള ഏതോ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. അടുത്തുള്ള 1-2 വീടുകളിൽ വെളിച്ചവും കാണാം. കാർ ഒതുക്കി 3 പേര് ഇറങ്ങി ഒന്ന് മൂരി നിവർന്നു. തണുപ്പിൽ ഒറ്റയിരുത്തമായതുകൊണ്ട് ആയമ്മക്ക് നടുവ് കഴിച്ചു തുടങ്ങിയിരുന്നു. കാറിൽ നിന്ന് സാധനങ്ങളൊന്നും എടുക്കാൻ മെനക്കെടാതെ 3 വീടിനകത്തേക്ക് കയറി. വന്നതേ കണ്ട ഒരു മുറിയിൽ രാധികയും പിന്നാലെ ശ്യാമും കിടന്നു. ഹർഷൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഒരു പാത്രം കഴുകിയെടുത്ത് അതിൽ വെള്ളം നിറച്ച് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചു. തിളച്ചു വന്നപ്പോൾ കുറച്ച് തേയിലപ്പൊടിയും ചേർത്ത് ചൂടാറ്റി ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു. മെല്ലെ അതുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ഏതൊക്കെയോ പക്ഷികളുടെ ചിലമ്പിലും അമ്പലത്തിൽ നിന്നുള്ള കീർത്തനവും ആ തണുപ്പും ഹർഷൻ ആ പുലരി വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആകെ ഒരു പോസിറ്റീവ് വൈബ്. അവൻ ചൂട് ചായ ഒരിറക്ക് മെല്ലെ കുടിച്ചു. തൊട്ടുമുന്നിലെ വീട്ടിലെ ആൾക്കാർ എണീറ്റെന്ന് ഉമ്മറത്തെയും അകത്തെയും വെട്ടം കണ്ടപ്പോൾ അവന് തോന്നി. ആ ചായ കുടിച്ച് തീരുന്നവരെയും അവനവിടെ ഇരുന്നു. പിന്നെ അകത്തേക്ക് ചെന്ന് വാതിലടച്ചു. ഗ്ലാസും ചായ ഉണ്ടാക്കിയ പാത്രങ്ങളും കഴുകി വെച്ച് മുറിയിലേക്ക് ചെന്നു. അമ്മയും മോനും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കത്തിലാണ്. അവനൊരു പുതപ്പെടുത്ത് 2 പുതപ്പിച്ചു കൊടുത്തു. പിന്നെ അടുക്കളയിലേക്ക് തന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി ഉപ്മാവ് ഉണ്ടാക്കാനുള്ള പണികളിലേക്ക് കടന്നു.
വേണി മുറ്റമെല്ലാം അടിച്ചുവാരി കൈ കഴുകി അടുക്കള വാതിലൂടെ അടുക്കളയിലേക്ക് കടന്നു. സന്ധ്യ പുട്ടിന് നനക്കുകയാണ്. അടുപ്പത്ത് കടലക്കറി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ആള് വന്നേ തോന്നൂട്ടോ അമ്മേ. കഴുകിയ കൈ ചുരിദാറിന്റെ ടോപ്പിൽ തുടച്ചുകൊണ്ട് അവൾ സ്ലാബിലേക്ക് ചാരി നിന്നു. വന്നോ? ഇത്ര നേരത്തെ തന്നെ വന്നോ? സന്ധ്യ ചോദിച്ചു. ആ അവരാവും, അവിടെ വിളിച്ചൊക്കെ കണ്ടു. നല്ല ആൾക്കാരായ മതിയായിരുന്നു, സന്ധ്യ ഒന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെയും മകളുടെയും വർത്തമാനത്തിനിടയിലേക്കാണ് ഷാജി കുളിയെല്ലാം കഴിഞ്ഞു വന്നത്. അയാൾ ഇന്നും 6 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഹോട്ടലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് ആ നേരം ഇറങ്ങിയേ പറ്റൂ. അയാളെ കണ്ടതും സന്ധ്യ പെട്ടെന്ന് തന്നെ പുട്ടുകുറ്റിയിലേക്ക് നനച്ച പൊടിയും തേങ്ങയിട്ട് ആവി അകറ്റാൻ വെച്ചു. ഹർഷൻ യൂണിഫോം ധരിച്ച് ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അമ്മയും മോനും അടുക്കളയിലാണ് തോന്നുന്നു. എന്തൊക്കെയോ തട്ടലും മുട്ടലും കേൾക്കാം. ആവും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നതുകൊണ്ട് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല അടുക്കളയിൽ. ഉപ്മാവും പ്ലേറ്റുമായി ശ്യാമും ചായയും ഗ്ലാസുകളുമായി രാധികയും ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. എല്ലാം നിരത്തി വെച്ച് പിന്നെ അവർ അടുക്കളയിലേക്ക് ചെന്നു. പുഴുങ്ങിയ നേന്ത്രപ്പഴവും ഒരു പ്ലേറ്റിലാക്കി വന്നു. പിന്നെ 3 പേര് ഒരുമിച്ചിരുന്ന് ഓരോ വർത്തമാനവും പറഞ്ഞ് കഴിച്ച്. വാവേ, പുതിയ സ്ഥലമാണെന്ന് പറഞ്ഞ് മടിച്ചിരിക്കാതെ പഠിച്ചോണം, സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ നേരം ഹർഷം പറഞ്ഞു. ഓ, ശ്യാമൊന്ന് അലസമായി മൂളി. അവൻ ഡിഗ്രി കഴിഞ്ഞതാണോ? ഇപ്പോൾ PSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഓൺലൈനായിട്ട് കോച്ചിങ്ങിനെല്ലാം ചേർന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. അമ്മ പറഞ്ഞപ്പോൾ അവൻ രണ്ടാളെയും നോക്കി ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. വേണി തിടുക്കത്തിൽ ഗേറ്റ് ചാരി മുന്നോട്ട് നടക്കുമ്പോഴാണ് ഹർഷന്റെ ബുള്ളറ്റ് റോഡിലേക്ക് ഇറങ്ങിയത്. വേണിയൊന്ന് തിരിഞ്ഞു നോക്കി. യൂണിഫോമിൽ അവനെ കണ്ടപ്പോൾ ചെറിയൊരു പരിങ്ങളോട് അവൾ റോഡരികിലേക്കൊന്ന് ഒതുങ്ങി നടന്നു. മുന്നിൽ കണ്ട പെൺകുട്ടിയിൽ അവന്റെ കണ്ണുകളും ഒന്ന് ഉടക്കി. പിങ്ക് കളർ ചുരിദാറിൽ ഇടുപ്പോളമുള്ള ചുരുണ്ട മുടി, മുഖം കുനിച്ചു പോകുന്ന പെൺകുട്ടി. കറുപ്പ് നിറത്തിലൊരു ബാഗ് ഇടത്തെ തോളിലായുണ്ട്. അത്രയും അവനെ കാണാൻ കഴിഞ്ഞുള്ളൂ. കടന്നുപോയ വണ്ടി മുന്നിൽ നിന്ന് മാഞ്ഞപ്പോഴാണ് അവൾ തല ഉയർത്തിയത്. അല്പം താമസിച്ചുകൊണ്ട് അവൾ നടത്തത്തിനൊരൽപ്പം സ്പീഡ് കൂട്ടി. വേണി പോയതിനു ശേഷം സന്ധ്യ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള പണികൾ കൂടെ ഒതുക്കി തുടങ്ങി. 10 മിനിറ്റ് നടക്കാനേയുള്ള അംഗനവാടിയിലേക്ക്. ആദ്യമൊക്കെ അവരുടെ ഇലക്ട്രിക് സ്കൂട്ടിയിലായിരുന്നു പോയി വരാറ്. ഇപ്പോഴാണെങ്കിൽ അമൽ ലൈസൻസ് എടുത്തതിൽ പിന്നെ കോളേജിലേക്ക് അവൻ അതിൽ തന്നെ പോകണം. കുറച്ചു ദൂരമുള്ളതിനാൽ അവൻ അതിൽ തന്നെ പോയിക്കോട്ടെ എന്ന് വെച്ചു. പണികൾ ഒരുവിധം തീർന്നു. സന്ധ്യ വേഗം ഒന്നൊരുക്കി വീട്ടിൽ നിന്നിറങ്ങി. 9:30 ആകുമ്പോഴേ അവരിറങ്ങും, അതാണ് പതിവ്. ഗേറ്റും പൂട്ടി ഇറങ്ങുമ്പോൾ അവർ എതിരെയുള്ള വീട്ടിലേക്കൊന്ന് നോക്കി. 10-20 വയസ്സുള്ള ഒരു പയ്യൻ മുറ്റമടിക്കുന്നതാണ് നോക്കിയപ്പോൾ കണ്ടത്. പതിവില്ലാത്ത കാഴ്ചയിൽ അവരൊന്ന് അത്ഭുതപ്പെട്ടു. ഉമ്മറത്തോ മറ്റോ വേറെ ആരെയും കാണാഞ്ഞപ്പോൾ അമ്മയുണ്ടെന്നാണല്ലോ പറഞ്ഞു, ഇനിയിപ്പോ വയ്യാത്ത ആളാണോ? സന്ധ്യ മനസ്സിൽ പറഞ്ഞു. പിന്നെ അത് വിട്ട് അംഗനവാടിയിലേക്ക് നടന്ന്. ദേ അമ്മേ, അടിച്ചു മാറി, ഇനി ഓരോ പണിയും കൊണ്ട് വരില്ലേ, എനിക്ക് പഠിക്കാനുണ്ട്. ശ്യാം അടിച്ചു വാരി ചെമ്മലയെല്ലാം പറമ്പിലെടുത്ത് കൊണ്ടുപോയിട്ട് കൈയും മുഖവും കഴുകി അടുക്കളയിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. രാധിക കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടുക്കളയിലേക്ക് വെച്ച് ഓരോന്നായി അടുക്കി വെക്കുകയാണ്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? വൃത്തി തന്നെയാണോ നീ ചെയ്തത്? ദേ, ഉടായി പഠിച്ചുവാരിലിറങ്ങി നീ തന്നെ പിന്നെയും തൂക്കേണ്ടി വരും. അമ്മയുടെ വർത്താനം കേട്ടപ്പോൾ ശ്യാം ചൊടിഞ്ഞു. പിന്നെ എനിക്ക് വയ്യ, പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ഇനി വൃത്തി പോരെങ്കിൽ അമ്മ തന്നെ അങ്ങോട്ട് ചെയ്തോ, ഞാൻ പഠിക്കാൻ പോവാ. ശ്യാം അടുത്ത മണി കിട്ടുന്നതിന് മുമ്പ് അവിടുന്ന് രക്ഷപ്പെട്ടു. രാധിക അവന്റെ പോക്കേണ്ടി ചിരിയടക്കി. പിന്നെ ഓരോ പാത്രങ്ങളും കൊണ്ടുവന്ന പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും എല്ലാം ഒതുക്കി വെച്ചു. ശേഷം ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള പണികൾ തുടങ്ങി. അതിനിടയിൽ തൊട്ടടുത്ത മറ്റൊരു വീട്ടിലെ 1-2 പേർ അവിടേക്ക് വരികയും പരിചയപ്പെടുകയും ചെയ്തു. ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ച് ഒന്ന് വെയിലിൽ താഴ്ന്നതിന് ശേഷം രാധിക സേമിയ പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ ശ്യാമിനെ പറഞ്ഞയച്ചു. 5 മിനിറ്റ് ദൂരത്തിലൊരു പച്ചക്കറി കടയുണ്ട്. പക്ഷെ അവിടെ പച്ചക്കറികളും കുറച്ച് മിഠായികളും അല്ലാതെ വേറെയൊന്നുമില്ല. അവൻ പിന്നെ ടൗണിലേക്ക് തന്നെ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. സ്ഥലങ്ങളും വഴികളൊന്നും പരിചയമില്ലാത്തതിന്റെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അവൻ കറക്റ്റായി തന്നെ പോയി വന്നു. അവൻ വന്ന രാധിക ഉരുളിൽ പെട്ടെന്ന് തന്നെ പായസം ഉണ്ടാക്കി. പിന്നെ ചെറിയൊരു തൂക്കുപാത്രത്തിൽ പായസം എടുത്തു. സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ശ്യാമിനെ കണ്ട് കുറച്ച് ഹൽവയും ഉണ്ണിയപ്പോ എല്ലാം ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നു. അതെല്ലാം വീടെണ്ണി ശ്യാം തന്നെ ഓരോ പൊതികളാക്കി വെച്ചു. മറ്റൊരു പാത്രത്തിൽ അവരതുമെടുത്ത് അവർ തൊട്ടടുത്ത 4-5 വീടുകളിൽ ചെന്നു. അതെല്ലാം കൊടുക്കുകയും സംസാരിക്കുകയും എല്ലാവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. സന്ധ്യ വീടെത്തി ഹോട്ടലിലേക്കുള്ള പൊരിക്കടികൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. ചെന്ന് നോക്കിയപ്പോൾ നല്ലൊരു ചിരിയോടെ അമ്മയും മോനും. അടുത്ത വീട്ടിലെത്തിയവർ തന്നെയായിരിക്കുമെന്ന രൂപത്തോടെയാണ് സന്ധ്യ ഉമ്മറത്തേക്ക് ഇറങ്ങിയത്. ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലെയാ, പുതുതായി താമസത്തിന് വന്ന രാധിക ചിരിയോടെ പറഞ്ഞു. ആ മനസ്സിലായി, മോനെ രാവിലെ കണ്ടിരുന്നു, വരൂ കേറിയിരിക്കും. സന്ധ്യ താല്പര്യത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. അമ്മയും മോനും അകത്തേക്ക് കയറി. പിന്നെ കയ്യിലെ പാത്രങ്ങൾ സന്ധ്യക്ക് കൈമാറി. കുറച്ച് പായസവും മധുര. എന്തേലും പണിയിലായിരുന്നോ? ലിവിംഗ് റൂമിലെ സെറ്റിലേക്ക് ഇരുന്നോണ്ട് രാധിക ചോദിച്ചു. ആ, ഇവിടെ കുട്ടികളുടെ അച്ഛന് ഹോട്ടലുണ്ട്, അപ്പൊ വൈകുന്നേരം അവിടേക്കുള്ള കുറച്ച് പൊരിക്കടികൾ ഉണ്ടാക്കിയായിരുന്നു. സംസാരം അങ്ങനെ നീണ്ടുപോയി. ചായ കുടിക്കലും അടുക്കളയിൽ കടികൾ ഉണ്ടാക്കാൻ പങ്കുചേരുന്ന വരെ എത്തി കാര്യങ്ങൾ. 2 വീട്ടിലെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ പങ്കുവെച്ചു. ഷാജി വന്നപ്പോൾ ഷാജിയോട് സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്തു.
കുട്ടികൾക്ക് ലീവുള്ളപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞൊക്കെയാണ് രാധികയും ശ്യാമോട് നിന്ന് ഇറങ്ങിയത്. ശ്യാമിന്റെ കയ്യിലുണ്ടായിരുന്ന പൊരിക്കടികൾ കുറച്ച് പൊതിഞ്ഞു കൊടുത്തിരുന്നു സന്ധ്യ. രാധികയേക്കാൾ അവനാണ് അവരെ ബോധിച്ചത്. അവൻ വർത്തമാനവും തമാശയും പറഞ്ഞു. മാത്രമല്ല കടികളുണ്ടാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക കൂടി ചെയ്തിരുന്നു. വേണിയും അമലും എത്തിയപ്പോൾ സന്ധ്യക്ക് അവരെക്കുറിച്ച് പറയാൻ തന്നെയായിരുന്നു നേരം. അമ്മയ്ക്ക് നല്ലവണ്ണം അവരെ ബോധിച്ചെന്ന് മനസ്സിലായി രണ്ടാൾക്കും, പ്രത്യേകിച്ച് ശ്യാമിനെ. അവനെ പറ്റി പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല സന്ധ്യക്ക്. എൻ്റെ വേണി എത്ര നല്ലൊരു ആൺകുട്ടി, അവനാ വീട്ടിൽ മുറ്റടിക്കുന്നേ കണ്ടപ്പോൾ ഞാനാകെ അന്തം വിട്ടെന്നേ. ഇവിടെ വന്നപ്പോ എന്തൊരു സ്നേഹ, ഒരു മടിയില്ലാതെയാ ആ പഴംപൊരിയൊക്കെ വറുത്തെടുത്ത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ ചെയ്തു. എന്തൊരു നല്ല കുട്ടിയാന്നറിയോ. വേണിയെല്ലാം താല്പര്യത്തോടെ കേൾക്കുകയും ചോദിക്കുകയും ചെയ്തപ്പോൾ അമൽ വലിയ ഉത്സാഹമില്ലാതെയാണ് അവിടെ ഇരുന്ന്. വാവ എന്ന നിക്നെയിമിൽ അമ്മയുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റിയവനെ അമലിനെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ തനിക്കൊരു എതിരാളിയായിരിക്കുമെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. ജോയിൻ ചെയ്ത ദിവസങ്ങളായതുകൊണ്ട് തന്നെ നല്ല തിരക്കിലായിരുന്നു ഹർഷൻ. കഴിക്കാൻ പോലും സമയമില്ലാതെ അത്രയും നല്ല പണിയിലായിരുന്നു ആ ദിവസം മുഴുവൻ. രാത്രി 10 മണിയായിരുന്നു ഹർഷൻ വീടെത്തിയപ്പോൾ. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ അമ്മയാണ് തുറന്ന്. കഴിക്കാനെടുത്തേക്കമ്മ, ഞാനൊന്ന് കുളിച്ചു വരാം, അമ്മയോട് പറഞ്ഞുകൊണ്ട് അവൻ ആ ക്ഷീണത്തോടെ മുറിയിലേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ കുളിക്കാനും കയറി. രാധിക വേഗം തന്നെ ചപ്പാത്തിയും കറിയും ചൂടാക്കിയെടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ ക്യാരറ്റും കുക്കുംബറും കൂടെ കട്ട് ചെയ്തൊരു സാലഡ് ഉണ്ടാക്കി അതും ടേബിൾ കൊണ്ടുവച്ചു. ശ്യാം പഠിക്കുകയാണ്. അവന് രാധിക നേരത്തെ തന്നെ കഴിച്ചു കഴിഞ്ഞിരുന്നു. ഹർഷം വന്നിരുന്നപ്പോൾ അമ്മ തന്നെ ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും കറി എടുത്തു. നിങ്ങൾ കഴിച്ചോ? അവൻ ചോദിച്ചു. ആ, അതൊക്കെ എപ്പോഴേ കഴിച്ചിട്ട് അവൻ പഠിക്കാനിരുന്ന്. നീ ഉച്ചയ്ക്ക് നല്ലോണം കഴിച്ചില്ലേ? കഴിപ്പൊക്കെ കണക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു ഇന്ന്. എടാ സ്റ്റേഷൻ എങ്ങനെയുണ്ട്? ശ്യാം അപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്ന്. ആ കുഴപ്പമില്ലടാ, നീ പഠിച്ചു കഴിഞ്ഞോ? ഹർഷൻ തിരിച്ചു ചോദിച്ചു. പഠിച്ച് ക്ഷീണിച്ചു. അവൻ ആവശ്യതയോടെ ചെയറിലേക്കിരുന്നു. പ്ലേറ്റിൽ നിന്നൊരു ക്യാരറ്റ് എടുത്ത് കഴിച്ചു. ക്ഷീണിക്കും, രാവിലെ മുതലുള്ള പഠിത്തമല്ലേ? അമ്മ അവനെ നോക്കി തലയാട്ടി. എങ്ങനെയുണ്ട് ഇവിടെ? ആളുകളൊക്കെ പരിചയപ്പെട്ടോ? ഹർഷൻ ശ്യാമിനെ നോക്കി അമ്മയോടായി ചോദിച്ചു. അടിപൊളി സ്ഥലം, നല്ല ആൾക്കാർ അല്ലേ അമ്മേ? ശ്യാം പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി. ആ, ഇവിടെ 4-5 വീട്ടിലേക്കൊന്ന് പോയി പരിചയപ്പെട്ടു. എല്ലാവരും നല്ല കാര്യത്തിലാ മിണ്ടിയതൊക്കെ. ഏട്ടൻ SI ആണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര കാര്യം, ശ്യാം പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ആ മുന്നിൽ വീട്ടിൽ ആരൊക്കെയുള്ളേ? ചോദിക്കുമ്പോൾ ആദ്യ ദിവസം മതിലിന് മുകളിലൂടെ കണ്ട 3 തലകളായിരുന്നു മനസ്സിൽ. അവിടെ അച്ഛനും അമ്മയും 2 മക്കളും നല്ല ആൾക്കാരാ. രാധികയും ശ്യാമും പിന്നെ അവിടുത്തെ കാര്യങ്ങളായി ചർച്ച. ആ പിന്നല്ലേ, ആ കുട്ടി കല്യാണം കഴിഞ്ഞ് ബന്ധം ഒഴിഞ്ഞതാണത്രേ. രാധിക അത് പറഞ്ഞു. ശ്യാമൊന്ന് ഞെട്ടി. അമ്മ എങ്ങനെ അറിഞ്ഞത്? ശ്യാം സംശയത്തോടെ ചോദിച്ചു. അതാ അപ്പുറത്തെ കുട്ടിയില്ലേ, വടക്കോടത്തുള്ള ആ വീട്ടിലെ. എടാ രാവിലെ വന്നിരുന്നില്ലേ? വൈകുന്നേരം തൊടിയിലൊക്കെ നടന്നപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു. അപ്പൊ അവള് പറഞ്ഞതാ. രാധിക പിന്നെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മക്കളുടെ മുന്നിൽ കെട്ടഴിച്ചു. ഒരുങ്ങിക്കഴിഞ്ഞതും വേണി ബാഗും എടുത്ത് അടുക്കളയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. സന്ധ്യ സാമ്പാറിന് കടക് ഉറക്കുകയാണ്. അമൽ ഫോണിൽ നോക്കിക്കൊണ്ട് ഇടിയപ്പവും കടലക്കറിയും കഴിക്കുന്നുണ്ട്. അടുക്കളയിലെ ചെറിയ ടേബിളിൽ ചോറ്റുപാത്രം കഴുകി വെച്ചിട്ടുണ്ട്. വേണി പാത്രമെടുത്ത് ചോറെടുക്കാൻ വന്നതും സന്ധ്യ തടഞ്ഞു. നീ കഴിക്കാൻ നോക്ക്, ചോറൊക്കെ ഞാൻ എടുത്തോളാം, ചെല്ല്. അവളുടെ കയ്യിൽ നിന്ന് അമ്മ പാത്രം വാങ്ങിച്ചു. വേണി പിന്നെ ഒരു പ്ലേറ്റ് എടുത്ത് ടേബിളിനടുത്തേക്ക് ചെന്ന് ഒരു ഇടിയപ്പം കുറച്ച് കറിയെടുത്ത് കഴിക്കാനിരുന്നു. നിനക്ക് നേരം വൈകുന്നില്ലേടാ, ഫോണിൽ നോക്കിയിരിക്കുക? അവർ കഴിക്കുന്നതിനിടയിൽ അമലിനോട് ചോദിച്ചു. ആ പോവാണ്, അമ്മ ബാക്കി കഴിച്ചോണ്ടു. അവൻ കഴിപ്പ് മതിയാക്കി എണീക്കാൻ നിന്നും ചോറെടുത്തിരിഞ്ഞ സന്ധ്യ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി. അത് മുഴുവൻ കഴിക്കാൻ നോക്കടാ, ഉച്ചക്കത്തേക്ക് ഒരു വസ്തു കൊണ്ടുപോവില്ല. കഴിക്കുണ്ടോ കുടിക്കുണ്ടോ എന്ന് ആർക്കറിയാം, അത് മുഴുവൻ കഴിച്ചിട്ട് പോയാ മതി. എൻ്റെ അമ്മ ലേറ്റാവും, എവിടെ എത്തേണ്ടതാ? അവൻ ചോദിച്ചു. പിന്നെ നീ ക്ലാസ്സിൽ കയറാറുണ്ടോ? നേരത്തിന് കാലത്തിന് എണീറ്റ് വരണം, ഇല്ലെങ്കിൽ ലേറ്റാവും. വേണി അവനോട് പറഞ്ഞുകൊണ്ട് ഒരു ഇടിയപ്പം കൂടെ എടുത്തിട്ടു. ആ മതി, ഇനി ആദ്യമേ തൂങ്ങണ്ട, വേഗം കഴിച്ച് പോവാൻ നോക്ക്. കഴിപ്പൊക്കെ കഴിഞ്ഞ് ചേച്ചി അനിയൻ അന്ന് ഒരുമിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ടൗൺ വരെ അമ്മയുടെ കൂടെയാണ് സ്കൂട്ടിയിൽ പോകുന്നത്. അമ്മയോട് കൈവീശി രണ്ടാളും കയറ്റി നടന്നപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഹർഷന്റെ ബുള്ളറ്റ് റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. യൂണിഫോമിൽ വന്നവനെ കണ്ടപ്പോൾ അമലൊന്ന് സ്ലോ ചെയ്ത് ചിരിക്കാൻ ശ്രമിച്ചു. അവരെയൊന്ന് നോക്കി ചിരിക്കുക പോലും ചെയ്യാതെ ഹർഷം പോയപ്പോൾ അമൽ ചുണ്ടൊന്ന് കൂട്ടി. ഒരടനാ. സന്ധ്യ വൈകുന്നേരം അംഗനവാടി വീട്ടിലെത്തി. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും രാധിക അവിടെ എത്തിയിരുന്നു. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ബോറാന്നേ. ആ ചെക്കൻ പഠിക്കാതിരുന്നാ പിന്നെ പഠിത്തം തന്നെയാ. പിന്നെ എനിക്ക് അവിടെ മിണ്ടാനും പറയാനും ആരാ? ഇവിടെ പിന്നെ നിന്നോട് മിണ്ടിയും പറഞ്ഞിരിക്കാലോ. രാധിക പറഞ്ഞപ്പോൾ സന്ധ്യക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാവുമല്ലോ ഇങ്ങോട്ട് തന്നെ വന്ന്. SIയുടെ അമ്മയോട് കൂട്ടുകൂടാൻ ഇവിടെ ഉള്ളവർക്ക് നല്ല താല്പര്യമുണ്ട്. സന്ധ്യ വലിയ സന്തോഷത്തോടെ അവരകത്തേക്ക് വിളിച്ചു. അടുക്കളയിൽ പണികൾ തുടങ്ങിയിരുന്നു. സന്ധ്യ വീട്ടിലെത്തുമ്പോൾ തന്നെ 2 വീട് അപ്പുറമുള്ളൊരു സ്ത്രീ കൂടെ വരും സഹായിക്കാൻ. ആറ് വന്നയുടനെ പണികൾ തുടങ്ങുമെങ്കിലും സന്ധ്യ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടേ ചെല്ലും. വാവ പഠിക്കുകയാണോ? ആ, അവന് ഹർഷന് പേടിയാ.
അതുകൊണ്ട് പഠിത്തത്തിൽ വല്ലാതെ ഉഴപ്പില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ചെക്കനെ പിടിച്ചിട്ടില്ല. രാധിക ചിരിയോടെ പറഞ്ഞു. രണ്ടുപേരും ഓരോ വർത്താനങ്ങളുമായി അടുക്കളയിലേക്ക് ചെന്നു. അവിടെ മീനമ്മ ചേർത്തി പഴംപൊരിക്കുള്ള നേന്ത്രപ്പഴം നീളത്തിൽ മുറിക്കുകയാണ്. ആഹാ, രാധികയാണോ വന്നേ? ഞാൻ കരുതി കുട്ടികൾ നേരത്തെ വന്നുവെന്ന്. അവരെ കണ്ടപ്പോൾ മീനമ്മ പറഞ്ഞു. മൂന്നുപേരും പിന്നെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചും തമാശകൾ പറഞ്ഞും ഓരോ കടികൾക്കുള്ള പണികൾ തുടങ്ങി. സമയം പോയതൊന്നും അവരറിഞ്ഞതേയില്ല. ഷാജി വന്നപ്പോഴേക്കും പഴംപൊരി, ഉള്ളിവടയും ബജികളും റെഡിയായിരുന്നു. ഷാജി അതെല്ലാമായി ഹോട്ടലിലേക്ക് തിരിച്ചു പോയതിന് ശേഷമാണ് ഒരു മൂളിപ്പാട്ടും പാടി വാവ അവിടെ എത്തിയത്. പിന്നെ അവന്റെ ഓളമായിരുന്നു അവിടെ. അമ്മയെ ട്രോളുക, അമ്മ തിരിച്ച് മകനെയും ട്രോളുക, ഇടയിൽ സന്ധ്യയും പിടിച്ചിരുക. ആ ഒച്ചപ്പാടിലേക്കാണ് വേണി ചെന്നത്. ലിവിംഗ് റൂമിൽ നിന്നുള്ള ചിരിയും സംസാരം കേട്ടപ്പോൾ അവൾ ആദ്യമൊന്ന് സംശയിച്ചു നിന്നെങ്കിലും ഇടക്കുള്ള വാവ എന്ന വിളിയിൽ നിന്ന് അപ്പുറത്തെ വീട്ടുകാരായിരിക്കുമെന്ന് ചിന്തിച്ച് ചെറിയൊരു മടിയോടെയാണ് അവൾ ചെന്നത്. അമ്മയെന്ന് വിളിച്ചകത്തേക്ക് കയറിയവളെ മൂന്നുപേരെ ഒരുമിച്ച് നോക്കി. ആഹാ, ഇതാണോ വേണിമോള്? രാധിക ചിരിയോടെ ചോദിച്ചു. ശ്യാമും വേണിയും പരസ്പരാകം ഞെട്ടി നിൽക്കുകയാണ്. എടാ ശ്യാമേ എന്ന് വേണിയും. വേണി എന്ന് ശ്യാമു അത്ഭുതത്തോടെ വിളിച്ചപ്പോൾ അമ്മമാർ രണ്ടാളും അമ്പരന്നു. നിങ്ങൾക്ക് മുന്നേ അറിയോ? രാധിക ചോദിച്ചെന്ന് രണ്ടാളും ശ്രദ്ധിച്ചില്ല. എടി, ഇത് നിന്റെ വീടാണോ? ശ്യാം എണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. എടാ, നീയാണോ വാവ? വേണി അതിനൊരു മറുപടി പറയുന്നതിന് മുമ്പ് അതാണ് ചോദിച്ചു. അവൻ ചടച്ചുകൊണ്ട് അമ്മയെ തിരിഞ്ഞു നോക്കി കണ്ണുരുട്ടി. വേണി ഉറക്കെ ചിരിച്ചു. പിന്നെ അമ്മയോട് പറഞ്ഞു. അമ്മേ, ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ചായിരുന്നു. അവൾ പറയുന്നത് കേട്ടപ്പോൾ രണ്ടമ്മമാരെ അത്ഭുതത്തോടെ നോക്കി. ആണോ? ഒരു ക്ലാസ്സിലോ? ആന്നേ, ഒരു ക്ലാസ്സിൽ തന്നെ. ഈ വാവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞോ അത് ഇവനാണെന്ന്. അവൾ പിന്നെയും ചിരിച്ചു. ശ്യാം അവളുടെ തലക്കൊന്ന് കിഴുക്കി. മതി കിണിച്ച് വാ ഇവിടെ. എന്റെ അമ്മയെ കണ്ടില്ലേ നീ? ദേ, ഇതാണ് എന്റെ സന്തൂർ മമ്മി. അമ്മ, ഈ കുരിപ്പന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കേട്ടോ. അവൻ പറയുന്ന കേട്ടപ്പോൾ മൂന്നുപേരും ചിരിച്ചുപോയി. പിന്നെ വേണി അമ്മയും പരിചയപ്പെടലും വർത്തമാനങ്ങളുമായി അങ്ങനെ നീണ്ടു. അമൽ വന്നപ്പോൾ കണ്ടത് ഉമ്മറത്ത് വേണിയുടെ കൂടെ ഒരു പയ്യനെയാണ്. അവനൊരു സംശയത്തോടെയാണ് ചെന്നത്. പക്ഷെ വാവയാണെന്നറിഞ്ഞപ്പോൾ അവനത്ര താല്പര്യമില്ല എന്ന് ചിരിച്ചു. ചേച്ചിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നറിഞ്ഞപ്പോൾ അവനും ആകെ അത്ഭുതം തോന്നി. ആദ്യം അത്ര താല്പര്യമില്ലായിരുന്നെങ്കിലും 2-3 മിനിറ്റ് നേരത്തെ സംസാരം കൊണ്ട് തന്നെ ശ്യാം അവനെ ചാക്കിലാക്കിയിരുന്നു. അങ്ങനെ ആ ബന്ധം ഒന്നുകൂടെ മുറുക്കിക്കൊണ്ടാണ് ശ്യാമും രാധികയും വീട്ടിലേക്ക് മടങ്ങിയത്. ഞായറാഴ്ച അമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ശ്യാമിന്റെ കൂടെ ക്ലബിലേക്ക് പോയി. 2 ദിവസം മുമ്പ് തന്നെ ശ്യാമിനെ അവൻ ഫ്രണ്ട്സിനെല്ലാം പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പൊ രണ്ടാളും ഭയങ്കര കൂട്ടാണ്. ഹർഷന് അന്ന് നേരത്തെ തന്നെ സ്റ്റേഷനിൽ പോയിരുന്നു. ഏതോ നൂലാമാല കേസിന്റെ പുറകെയാണവൻ. വീട്ടിലെത്തുന്നതിന് പല സമയങ്ങളിലാണ്. ഷാജിയും സന്ധ്യയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും നെല്ലിക്കയും നാരങ്ങയും അച്ചാറിടാനുള്ള പണികളിലേക്ക് കടന്നിരുന്നു. ഹോട്ടലിലേക്കുള്ള പിക്കിൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. ഒഴിവുള്ളപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് അത് ചെയ്യാറ്. ഇന്ന് രണ്ടാളും അടുക്കള കയറിയപ്പോൾ വേണി അപ്പുറത്തേക്ക് പോവാമെന്ന് കരുതി രാധികയും ശ്യാമിയൊന്നും വിളിക്കവളെ വീട്ടിലേക്ക്. സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ വേണി ഇതുവരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. സന്ധ്യ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും രാധിക എന്നും വൈകുന്നേരം ഇവിടേക്കും വരാറുണ്ട്. അമൽ പിന്നെ ശ്യാമുമായി കൂട്ടായതിൽ പിന്നെ അവിടെ തന്നെയാണ്. അമ്മേ, ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് വരാമേ. ആന്റി എന്ന് വിളിക്കുന്നല്ലേ, ഇനിയിപ്പോ വേറെ പണിയൊന്നുമില്ലല്ലോ. വേണി കിച്ചൺ ഡോറിൽ വിരൽ കൊണ്ട് ഒച്ചയുണ്ടാക്കി ചോദിച്ചു. ആ, നീ അങ്ങോട്ട് പോവാണെങ്കിലേ ദേ ഈ നെല്ലിക്കച്ചാർ കൂടി കൊണ്ടുപോയിക്കോ. വാവക്ക് അച്ചാറ് നല്ല ഇഷ്ടാന്ന് പറഞ്ഞിരുന്നു. സന്ധ്യ അവളോട് പറഞ്ഞുകൊണ്ട് കബോർഡിൽ നിന്നൊരു ജാർ എടുത്തു. ഉണ്ടാക്കി വെച്ചിരുന്ന നെല്ലിക്കച്ചാറിൽ നിന്ന് കുറച്ചധികം എടുത്ത് അതിലേക്ക് പകർത്തി അടച്ചു. പിന്നെ വേണിക്ക് നീട്ടി. അമ്മയ്ക്ക് പവന മതിയല്ലോ. അവളൊരു കുശുമ്പം പറച്ചിലോടെ ജാറും വാങ്ങി തിരിച്ചു കിടന്നു. ആ പറച്ചിലവളുടെ മുഖവും കണ്ടപ്പോൾ സന്ധ്യ മാത്രമല്ല ഷാജിയും ചിരിച്ചുപോയി. കുശുമ്പി, അവർ പതിയെ പറഞ്ഞു. വേണി ഉമ്മറവാതിൽ ചാരി ചെരുപ്പിട്ട് ഏതോ പാട്ടിന്റെ 2 വരികളും മെല്ലെ പാടി ഗേറ്റ് അടിച്ച് റോഡ് മുറിച്ച് കിടന്നു. അവിടുത്തെ ഗേറ്റ് പിന്നെ അടക്കുന്ന പതിവില്ല, എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന കാണാം. അവൾ ആ കോമ്പൗണ്ടിലേക്ക് കയറി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പുറത്തുനിന്ന് കാണാറുണ്ടെന്നല്ലാതെ അവൾ ആ പറമ്പിൽ തന്നെ കയറിയിട്ട് വർഷങ്ങളായി. മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കുറച്ചധികം ചെടിക്കമ്പുകളും വിത്തുകളും കൊണ്ടുപോയിരുന്ന രാധിക പുതിയ ചട്ടികളിൽ കാണുന്ന അവയായിരിക്കുമെന്ന് തോന്നി വേണിക്ക്. ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയും വെള്ളമണൽ നിറഞ്ഞ മുറ്റ അടിച്ചു വാരുകയും ചെയ്തിട്ടുണ്ട്. വേണി ഉരുളം തൂണിലെ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. 1-2 നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ രാധിക വാതിൽ തുറന്നിരുന്നു. അല്ല, ആരാപ്പത്? ഞാൻ കരുതി ഇന്ന് ഈ കുട്ടി ഇങ്ങോട്ട് ഇനി വരില്ലാന്ന്. വായോ, അകത്തേക്ക് വായോ. രാധിക ചിരിയോടെ പറഞ്ഞ് അവൾ അകത്തേക്ക് വിളിച്ചു. ഞാൻ ഒറ്റക്കായോണ്ടാ, ഇല്ലേ നീ മുൻവാതിൽ അടച്ചിടാറൊന്നുമില്ല. അകത്തേക്ക് കയറി ഡോറിന്ന് ചാരിക്കൊണ്ട് രാധിക പറഞ്ഞു. ദേ, ഇത് അമ്മ തന്ന നെല്ലിക്കാച്ചാറാ. ആന്റി പണിയിലായിരുന്നോ? വേണി അച്ചാർ ആന്റി കൊടുത്തോണ്ട് ചോദിച്ചു. ആഹാ, വാവയ്ക്ക് കോളായി. അവൻ അച്ചാറില്ലാതെ ചോര ഇറങ്ങില്ല. വായോ, ഞാൻ അടുക്കളയിലായിരുന്നു. ഉച്ചക്കത്തേക്കുള്ള കറിയുടെ പണിയിലായിരുന്നു. അവിടെയൊക്കെ ആയോ? രണ്ടാളും അടുക്കളയിലേക്ക് കടന്നു. രാധിക കയ്യിലെ ജാർ കിച്ചൺ കൗണ്ടറിൽ വെച്ചു. പിന്നെ കബോർഡ് തുറന്ന് എന്തോ തിരഞ്ഞു. എവിടെ? രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ട്, അത് തന്നെ ആ ഉച്ചയ്ക്ക് ചോറിനും.
അവിടെ അമ്മയും അച്ഛനും കൂടെ അടുക്കളയിൽ അച്ചാറുണ്ടാക്കുക. ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി അവർ തന്നെ ചെയ്തോളും. വേണി കൗണ്ടറിലേക്ക് ചാടി കയറിയിരുന്നുകൊണ്ട് പറഞ്ഞു. രാധിക ഒരു പാത്രമെടുത്ത് അതിൽ നിന്ന് 1-2 നാരങ്ങ മിഠായി എടുത്തു കൊടുത്തു വേണിക്ക്. പിന്നീട് അവളോട് ഓരോ കൊച്ചു വർത്തമാനം പറഞ്ഞ് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുത്തു. 2 ഗ്ലാസ്സുകളിൽ പകർന്ന് ഒന്ന് അവൾക്ക് കൊടുത്തു. പിന്നെ ഒന്ന് അവരെടുത്ത് കുടിച്ചു. പിന്നെ ഓരോ ജോലികളും ചെയ്തു തുടങ്ങി. വേണി കൂടെയുണ്ട്. ഒരാളെ കിട്ടിയ കൊണ്ട് തന്നെ അവർക്ക് നല്ല സന്തോഷമായിരുന്നു. മാത്രമല്ല വേണി അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ശ്യാം തന്നെ ക്ലാസ്സിലെ കാര്യങ്ങളും തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉച്ചയായപ്പോഴേക്കും ചോറും മീൻകറിയും ചീരത്തോരനും രസവും റെഡിയായി. പിന്നെ ഒന്ന് അടുക്കള കൂടെ ഒതുക്കാൻ തുടങ്ങി. വേണിയോട് ഇന്ന് അവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്നാണ്. അതുകൂടാതെ രാധിക സന്ധ്യയെ വിളിച്ച് പറയുകയും ചെയ്തു വേണി ഇന്ന് ഇവിടുന്നാണ് കഴിക്കുന്നതെന്ന്. ചോറും കറികളും ടേബിളിലേക്ക് വേണി എടുത്തു വെക്കാൻ തുടങ്ങിയപ്പോൾ സന്ധ്യ ശ്യാമിനെ കോൾ ചെയ്തെങ്കിലും അവൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ ചെക്കന്മാർക്ക് തിന്നേയും കുടിക്കുന്നു വേണ്ടയാവോ? ശ്യാം കോൾ എടുക്കാഞ്ഞു കണ്ടപ്പോൾ അവർ പിറുവിറുത്തു. ആന്റി, അമലിനെ വിളിച്ചു നോക്കൂ. രണ്ടും ഒരുമിച്ച് പോയതല്ലേ, ആ ക്ലബിലുണ്ടാവും രണ്ടും. വേണി അമലിന്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. കോൾ ചെയ്തപ്പോൾ തന്നെ അവിടെ അറ്റൻഡ് ചെയ്തു. രാധിക അമലിനെയും പിന്നെ ശ്യാമിനെയും വഴക്ക് പറഞ്ഞു. കഴിക്കാൻ വരാൻ പറയുകയും ചെയ്തു. നമുക്ക് കഴിക്കാൻ മോളെ, കാത്തിക്കൊന്നും വേണ്ട. ആ കുരുത്തം കെട്ടുള്ള ഞാൻ വന്നിട്ട് കൊടുക്കുന്നുണ്ട്. രാധിക പറഞ്ഞുകൊണ്ടിരിക്കെ പുറത്ത് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടിരുന്നു. ഹർഷനാണെന്നാ തോന്നുന്നത്. എന്താ ഈ നേരത്ത്? വേണിയെ നോയി പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് നടന്നു. വേണിയും ചെറിയൊരു പരിങ്ങലോടെ അവർക്ക് പുറകെ തന്നെ ചെന്നു. ഹർഷനെ പരിചയമില്ലാത്തതിന്റെ ചെറിയൊരു ചടപ്പുണ്ട് അവൾക്ക്. രണ്ടാളും ഉമ്മറത്തേക്ക് ചെന്നപ്പോഴേക്കും ഹർഷൻ കയറി വന്നിരുന്നു. എന്തുപറ്റി? കഴിഞ്ഞു നിന്റെ ഡ്യൂട്ടി? വിയർത്തൊലിച്ചു വന്നവനോട് രാധിക ചോദിച്ചു. ഇല്ലമ്മേ, ഇവിടെ അടുത്തൊരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ കഴിച്ചിട്ട് പോവാന്ന് എത്തി. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് ഡോറിനടുത്ത് പതുങ്ങിയ പെണ്ണിനെ അവൻ ശ്രദ്ധിക്കുന്നത്. നിനക്ക് മനസ്സിലായില്ലേ? വേണിയാ ഇത്. ഇതാട്ട മോളെന്റെ പോലീസ് കുട്ടി, നീ കണ്ടിട്ടില്ലാലോ. ഹർഷനൊന്ന് സ്റ്റെക്കായപ്പോൾ ഡോറിനടുത്ത് നിൽക്കുന്നവളെ ശ്രദ്ധിച്ച് ഹർഷനോടും പിന്നെ വേണിയോടും പറഞ്ഞു. വേണിയൊന്ന് പതിയെ ചിരിച്ചു. ഹർഷന് അവളെ നോക്കിയൊന്ന് തലയനക്കി. വാവയില്ലേ? മൂന്നാളും അകത്തേക്ക് കയറിയപ്പോൾ ശ്യാമിനെ കാണാഞ്ഞപ്പോൾ അവൻ അമ്മയോട് ചോദിച്ചു. ആ, അവന്റെ കാര്യം പറയാതിരിക്കുക നല്ലേ. രാവിലെ ചായയും കുടിച്ച് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഒന്ന് വിളിച്ച എവിടെയാന്ന് പറയാ, അതുമില്ല. അങ്ങോട്ട് വിളിച്ചപ്പോ ഫോൺ എടുക്കുന്നില്ല. അമലിനെ വിളിച്ചിട്ടാ ഞാൻ അവനോട് കഴിക്കാൻ വരാൻ പറഞ്ഞു. വരട്ടെ ഇങ്ങോട്ട്. അമ്മ പൊട്ടും പൊടിയും വിടാതെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ശ്യാം അവിടെ എത്തിയിരുന്നു. ഓടിപ്പിടിച്ചു വരുന്നവനെ കണ്ടപ്പോൾ 3 പേരൊന്ന് അമ്പരന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.